രാഷ്ട്രീയ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ അടുത്ത സമയത്ത് ലാലേട്ടനോട് മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ലാലേട്ടൻ ഫഹദ് ഫാസിലിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും പേരിനോടൊപ്പം മൂന്നാമതൊരു പേര് പറഞ്ഞത് ഈ മാധ്യമ ലോകത്ത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ആൾക്കാരുടെ ഇടയിൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. കാര്യം ലാലേട്ടൻ അവിടെ പറഞ്ഞത് ഉണ്ണി മുകുന്ദൻ്റെ പേരാണ്. സ്വാഭാവികമായിട്ടും മലയാള സിനിമയിലെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള മൂന്ന് ആൾക്കാരെക്കുറിച്ച് സംസാരിക്കുമ്പം ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ദുൽഖർ സൽമാൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഫഹദ് ഫാസിലിൻ്റെയും ഈ മൂന്ന് പേരുടെ പേരാണ് സ്വാഭാവികമായിട്ടും മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഓടിയെത്തുന്നത്. അതിപ്പോൾ ഉണ്ണി മുകുന്ദനെയോ അല്ലെങ്കിൽ ടൊവിനോ തോമസിനോ നിവിൻ പോളിക്കോ അതുപോലുള്ള മറ്റാർക്കെങ്കിലും ഒരു തടസ്സമുണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ അവരാരും മോശക്കാരാണെന്നോ ഒന്നുമല്ല. പക്ഷേ എന്നാലും നമ്മൾ പറയുന്ന കണക്ക് ഒന്നോ രണ്ടോ ദിവസമോ അല്ലാതെ ഒന്നോ രണ്ടോ സിനിമകൾ കൊണ്ടല്ലാതെ അവരിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അവരുടെ ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇടയ്ക്ക് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്വാധീനം ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെയും അല്ലെങ്കിൽ ഒരു നായകൻ എന്നുള്ള രീതിയിൽ ദുൽഖർ സൽമാൻ്റെ വിവിധ ഭാഷകളിലുള്ള സിനിമകൾ ഇപ്പോൾ തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും അതോടൊപ്പം മലയാളത്തിലും ഒക്കെ എല്ലാ ഭാഷകളിലും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നായകൻ്റെ സിനിമകൾ അതോടൊപ്പം സഹനടൻ റോളും അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളിലൂടെ ആണെങ്കിൽ പോലും മലയാളത്തിൻ്റെ സാന്നിധ്യം മറ്റ് ഭാഷകളിലേക്ക് എത്തിക്കുന്ന ഫഹദ് ഫാസിലിനെ പോലുള്ള നടന്മാർ, പിന്നെ കാര്യമായിട്ടുള്ള റോളുകളൊന്നും, അതായത് വിജയിക്കുന്ന തരത്തിലുള്ള റോളുകളോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രീതി അധികം പിടിച്ചു പറ്റുന്ന റോളുകളൊന്നും പൃഥ്വിരാജ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു നടൻ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് അന്യഭാഷകളിലുള്ള നിരവധി ആൾക്കാരുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നോ രണ്ടോ സിനിമകളിലൂടെയോ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൂടെയല്ല, വിവിധ സിനിമകളിലൂടെ കുറച്ച് വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ളൊരു സ്വാധീനം അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്ത, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മലയാള നടൻ നേടിയെടുക്കുന്ന ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് 15 മില്യണാണ്. അതായത് അതിൻ്റെ അടുത്ത് പോലും എനിക്ക് തോന്നുന്നൊരു 10 മില്യണിൽ പോലും മറ്റൊരു മലയാള നടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 8-9 മില്യണിൽ അത്രയും കണ്ട നിൽക്കുന്ന ടൊവിനോ തോമസ് എങ്ങാണ്ടാണ് ഒരു ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ദുൽഖറിൻ്റെ പുറവിൽ. അതും ദുൽഖർ സൽമാനുമായിട്ട് എനിക്ക് തോന്നുന്നു വലിയൊരു വ്യത്യാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ടൊവിനോടെ ഇപ്പോഴത്തെ ഫോളോവേഴ്സ് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ദുൽഖർ സൽമാനാണ് മലയാളത്തിൽ നിന്നുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളായിട്ടുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് ഫേസ്ബുക്കിനെക്കാട്ടിലും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു മലയാള നടന് ഒരു 15 മില്യൺ ഫോളോവേഴ്സ് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു ഫാൻ ബേസിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഫഹദ് ഫാസിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അവിടെ ഈ മൂന്ന് പേരിൽ 2 പേരുടെ പേര് പറയുകയും എന്തോ ഒരു കാരണത്താൽ മറ്റുള്ളവർ പ്രതീക്ഷിച്ച പൃഥ്വിരാജിന് പകരം ഉണ്ണി മുകുന്ദൻ്റെ പേര് ലാലേട്ടൻ പറഞ്ഞതുമാണ് ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഉണ്ണിയുടെ ഒരു സിനിമ ഇപ്പം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്നോ മറ്റോ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാര്യം പൃഥ്വിരാജിനെ അവിടെ ഒഴിവാക്കിയത് എനിക്ക് തോന്നുന്നു മറ്റ് ചില ആൾക്കാർ അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പൃഥ്വിരാജ് ഈ 3 പേരുടെ കൂട്ടത്തിൽ വളരെ സീനിയർ ആണെന്നും അത് ഒരുപാട് മുമ്പേ വന്നിട്ടുള്ള ആളാണെന്നും അദ്ദേഹത്തിൻ്റെ ഉള്ള സ്വാധീനം ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടെന്ന കാര്യമില്ലെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ചിലപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും അങ്ങനെ കണ്ടത്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിൽ കാണാത്തതുകൊണ്ട്, അതായത് ഈ മലയാള സിനിമയിലെ യുവതാരങ്ങൾ എന്നുള്ള ലിസ്റ്റിൽ തന്നെ ഇവരെ എല്ലാവരെയും പെടുത്തുന്നത് കൊണ്ട് ആണ് അതൊരു ചർച്ചയായത്. എന്തുകൊണ്ടാണ് അവിടെ പൃഥ്വിരാജിനെ ഒഴിവാക്കിയിട്ട് ഉണ്ണി മുകുന്ദൻ വന്നതെന്നുള്ളത്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഇപ്പം ലാലേട്ടൻ്റെ ചിന്തിച്ചതിനകത്ത് വന്ന ഒരു പാകപ്പിഴവ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ പൃഥ്വിരാജിന്, അല്ലാതെ മറ്റുള്ളവർ ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കണക്ക് ലാലേട്ടനെ പൃഥ്വിരാജിനോടുള്ള വിരോധം ഉണ്ടെന്നോ അല്ലെങ്കിൽ പൃഥ്വിരാജ് ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോയതുകൊണ്ടോ എന്നൊക്കെ പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കുകയോ അല്ലെങ്കിൽ ലാലേട്ടൻ എമ്പുരാനിലേക്ക് പൃഥ്വിരാജിനെ സംവിധാനമായിട്ട് കൊണ്ടുവരുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. കാര്യം പിന്നീടും ഈ പറഞ്ഞ കണക്ക് പൃഥ്വിരാജുമായിട്ട് സഹകരിച്ച് ഒരുപാട് സിനിമകൾ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക പറഞ്ഞാലും ലാലേട്ടൻ പറഞ്ഞാലും മറ്റുള്ള ആരൊക്കെ പറഞ്ഞാലും മലയാള സിനിമയിലെ ഭാവി വാഗ്ദാനങ്ങൾ എന്ന് പറയുമ്പം അതും ഒരു 3 പേരെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ
ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഫഹദ് ഫാസിലും കഴിഞ്ഞിട്ടേ മറ്റ് ഏതൊരാളും ഉള്ളൂ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയമില്ല. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ടൊവിനോ തോമസിന് കഴിഞ്ഞ വർഷം തന്നെ എനിക്കൊന്ന് 2018 എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതിന് മുമ്പ് 23-ലാന്ന് തോന്നുന്നു, 23-ലോ മറ്റോ അത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു 175 കോടി നേടിയ ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു. അദ്ദേഹത്തിനപ്പോൾ ഒരു 175 കോടി ക്ലബ്ബിൽ അതിലൂടെ എത്താൻ സാധിച്ചു. കാര്യം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട നായകൻ തന്നെയായിരുന്നു അദ്ദേഹം. അതേപോലെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന 2024 ഓണത്തിന് റിലീസ് ചെയ്ത സിനിമയും ഏതാണ്ട് ഒരു ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 100 കോടിക്ക് മേളിൽ 106 കോടിയോളം നേടി. ഇപ്പോൾ ഉണ്ണി മോഹൻ്റെ ഒരു സിനിമയും നന്നായിട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തെ കളക്ഷൻ എടുക്കുമ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു 67-69 കോടിയോ മറ്റോ ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി മോഹൻ്റെയും ടൊവിനോ തോമസും ഒക്കെ വിജയങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരാണ്. നിവിൻ പോളി മാത്രമേ ഉള്ള കാര്യത്തിന് അതൊരു ഇച്ചിരി താഴോട്ട് പോയിട്ടുള്ളത്, ബോക്സ് ഓഫീസിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത. പക്ഷേ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ 1, 2, 3 സിനിമകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ നേടാനോ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്നുള്ള ഏറ്റവും വലിയൊരു സ്റ്റാർസിൻ്റെ ലിസ്റ്റിൽ പെട്ടെന്ന് കയറി പറ്റാനോ ഒന്നും 1, 2 വിജയങ്ങൾ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അതിന് ഞാൻ പറഞ്ഞ കണക്ക് ഒരു പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഉയർന്നിട്ടുള്ള അവർ 3 പേര് തന്നെയാണ്. ലാലേട്ടൻ ഈ പറഞ്ഞ കണക്ക് ഒരു സിനിമ ഉണ്ണിയുടെ ഓടിയതുകൊണ്ട് ഉണ്ണിയെ പരിഗണിക്കുന്നത് പറഞ്ഞപ്പോൾ ഉണ്ണി മുതനെ പരിഗണിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് ലാലേട്ടൻ്റെ ഇഷ്ടം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഫഹദ് ഫാസിലിൻ്റെയും പേര് തന്നെയാണ്. ആ ഒരു പേര് വിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ളൊരു ചർച്ചകളും വിവിധ വീഡിയോകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. അപ്പോൾ മറ്റുള്ളവരും ഈ പറഞ്ഞ കണക്ക് ഭാവിയിൽ ഉണ്ണി മോഹനെയും ടൊവിനോ തോമസിനെയും പോലുള്ള ആൾക്കാരും ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഫഹദ് ഫാസിലിനെയും പോലുള്ള ആ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇവരും ഉയരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.